25 വയസ്സു മാത്രം പ്രായമുള്ള വിവാഹിതനായ ചെറുപ്പക്കാരൻ പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ യുവാവിനെ മരണം തട്ടിയെടുക്കുകയായിരുന്നു. അശ്രദ്ധ വരുത്തിവെച്ച ഒരു വലിയ ദുരന്തം, അതും സുഹൃത്തുക്കളുടെ കൺമുന്നിൽ വെച്ച്. വനം വകുപ്പിന്റെ എല്ലാ മുന്നറിയിപ്പ് ബോർഡുകളും അവഗണിച്ചാണ് അവർ ആ വനത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2 ബൈക്കുകളിലായി ആ 4 സുഹൃത്തുക്കൾ പുറപ്പെട്ടത് കൊല്ലംകോട് പയ്യന്നൂർ വെള്ളരിമേട് വെള്ളച്ചാട്ടം കാണാനാണ്. കൊടുവായൂർ എത്തന്നൂർ സ്വദേശിയായ സുരേഷ്, അയൽവാസികളും സുഹൃത്തുക്കളുമായ അഭിലാഷ്, പ്രതീഷ്, രഞ്ജിത്ത് എന്നിവരാണ് 2 ബൈക്കുകളിലായി യാത്ര പുറപ്പെട്ടത്. മലയടിവാരത്ത് നിന്നും വെള്ളച്ചാട്ടത്തിലേക്ക് 2 കിലോമീറ്ററിലധികം നടന്നാണ് അവർ കയറിപ്പോയത്. തുടർന്ന് ഏറെ നേരം അവർ അവിടെ ചിലവഴിച്ചു. ഒടുവിൽ ഏകദേശം 12 മണിയോടെ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ നടക്കുന്നതിനിടെ കാൽവഴുതി സുരേഷ് വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു. സുരേഷിന്റെ സുഹൃത്തുക്കൾക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വീഴ്ചയിൽ തല പാറയിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് സുരേഷിന്റെ സുഹൃത്തുക്കൾ പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസും അഗ്നിരക്ഷാസേന അംഗങ്ങളും എത്തി സുരേഷിനെ എടുത്ത് വനത്തിലൂടെ 2 കിലോമീറ്ററിലധികം നടന്ന് താഴേക്ക് കൊണ്ടുവന്നാണ് ആംബുലൻസിലെത്തിക്കുന്നത്. തുടർന്ന് സുരേഷിനെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സാധാരണ സഞ്ചാരികൾ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നാണ് കാഴ്ചകൾ കണ്ട് മടങ്ങാറുള്ളത്. എന്നാൽ തങ്ങൾ വഴിതെറ്റി വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഭാഗത്ത് എത്തുകയായിരുന്നുവെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. 40 അടിയോളം താഴെയുള്ള പാറക്കെട്ടുകളിലേക്കാണ് സുരേഷ് വീണ് മരണമടഞ്ഞത്. വെൽഡിംഗ് തൊഴിലാളിയാണ് മരണപ്പെട്ട സുരേഷ്. കോട്ടായി സ്വദേശിനി സുവർണയാണ് സുരേഷിന്റെ ഭാര്യ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.